ഹലോ, അപ്പോൾ നമ്മുടെ വെയിറ്റ് ലോസ് ഡേ 3 ആണല്ലേ ഇന്ന്. അപ്പോൾ എല്ലാവരും നമ്മുടെ വർക്കൗട്ടും ഡയറ്റും ഒക്കെ അടിപൊളിയായിട്ട് തന്നെ ഫോളോ ചെയ്യുന്നതെന്നാണ് വിചാരിക്കുന്നത്. ഞാനും റെഡി ആയിട്ട് ചെയ്യുന്നുണ്ട്, കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. ഞാനിന്ന് ജിമ്മിൽ പോയി ജസ്റ്റ് വന്നിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ സമയം 11:30 10:30 to 11:30. പക്ഷേ ഞാനിന്ന് ഫസ്റ്റ് ഡേ ആണ് പോകുന്നത്, അതുകൊണ്ട് തന്നെ എനിക്കൊരു 3/4 മണിക്കൂറൊക്കെ അവരെടുത്തുള്ളൂ. അപ്പോൾ പറഞ്ഞു ഫസ്റ്റ് ഡേ ആണല്ലോ, അങ്ങനെ ഞാൻ ജസ്റ്റ് എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ വർക്കൗട്ടൊക്കെ എന്തൊക്കെയാണ്, അതേപോലെ തന്നെ എല്ലാം ഇഷ്ടം പോലെ വെള്ളം കുടിക്കുന്നുണ്ടല്ലോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. മീൽ പ്ലാനുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ എല്ലാ ദിവസവും ഷോർട്സിൽ കാണുന്നുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. നിങ്ങളും എൻ്റെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ, നിങ്ങളുടെ മീലും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ കറക്റ്റായിട്ടുള്ളൊരു വീഡിയോ ഇടാത്തത്, നമുക്കിവിടെ വീട്ടിൽ കണ്ടില്ലേ, ബാക്ക് സൈഡ് കണ്ടില്ലേ, ടൈൽ വർക്ക് നടക്കുന്നുണ്ട് വാളിൽ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഭയങ്കര ടൈൽ കട്ട് ചെയ്യുന്നൊക്കെ ഭയങ്കര ശബ്ദം, അതുകൊണ്ട് എനിക്ക് വോയിസ് ഓവർ കൊടുക്കാനോ ഒന്നും പറ്റുന്നില്ല. ഇപ്പോൾ അവർക്ക് റെസ്റ്റ് ടൈമാണ്, ആ ഒരു ടൈം നോക്കിയിട്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഡേ 3ൻ്റെ മീൽ പ്ലാനും എൻ്റെ മീൽ പ്ലേറ്റും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം, ഡേ 3 ആണെന്നുണ്ടെങ്കിലും ഞാൻ ജസ്റ്റ് പ്രീവിയസ് ഡേൻ്റെ മീൽ പ്ലേറ്റ്സ് ആയിരിക്കും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ഫോളോ ചെയ്യാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ കുറേ പേര് ഒരുപാട് സംശയങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഞാനും നിങ്ങളെ കൂടെ തന്നെ ചെയ്യുന്നതാണല്ലോ. അപ്പോൾ കുറച്ച് ക്ലാരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ വെയിറ്റ് ലോസിന് തന്നെ നമുക്ക് സാറ്റർഡേയോ സൺഡേയോ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഈ പണി നടക്കുന്നതുകൊണ്ട് എനിക്കൊന്നും പറയാനോ വോയിസ് ഓവർ കൊടുക്കാനോ ഒന്നും പറ്റുന്നില്ല എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ഞാൻ ഒന്നുകിൽ സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ ഞാനൊരു ഡീറ്റെയിൽഡ് വ്ളോഗ് ഇടാം കേട്ടോ. അപ്പോൾ നമുക്ക് മീൽ പ്ലേറ്റും കാര്യങ്ങളും കാണാം. ഞാൻ എല്ലാ ദിവസത്തെയും പോലെ തന്നെ 9:30 ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. കുറച്ച് കാഷ്യൂനട്ടും 3 ബദാമും എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഒരു ഓട്സ് സ്മൂത്തിയാണ് ഉണ്ടാക്കുന്നത്. ഓട്സ് ബനാന റോൾഡ് ഓട്സ് ആണ്. ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കണം. അത് മിക്സറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു റോബസ്റ്റ പഴം എടുത്തിട്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് പാലും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. പഞ്ചസാര ഒന്നും ഇടരുത്. പിന്നെ കുറച്ച് സീഡ്സ് നിങ്ങളുടെ കയ്യിൽ പംകിൻ സീഡ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്യുക. ലാസ്റ്റ് നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള കുറച്ച് ചിയാ സീഡും കൂടെ അതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ഫില്ലിംഗ് ആണ്, നമുക്ക് വിശക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്യില്ല. അപ്പോൾ അത് കുടിക്കാം. അതിനുശേഷം ഞാൻ എൻ്റെ ജിമ്മിന് പോയി വന്നതിന് ശേഷം ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് കഴിച്ചിട്ടുണ്ട്. ഇത് മുഴുവനൊന്നും കഴിച്ചില്ല, എന്നൊരു ചെറിയ ബൗൾ കഴിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു ബ്രൊക്കോളിയും മുട്ടയും വെച്ചിട്ട് ലഞ്ചിനേക്കൊരു തോരൻ ഉണ്ടാക്കി. അടിപൊളിയാണ്, ബ്രൊക്കോളിയും നല്ല അടിപൊളിയാണ് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ എന്തെങ്കിലും തോരൻ കഴിച്ചാൽ മതി. പിന്നെ കുറച്ച് ചോറും മമ്പയറും വാഴയ്ക്കയും കറിയും ചമ്മന്തിയും നമ്മളിപ്പോൾ ഉണ്ടാക്കിയ തോരനുമാണ് ലഞ്ചിന് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് തൈര് കഴിച്ചു കേട്ടോ. കട്ടത്തൈരാണ്, ചെറിയൊരു പോർഷൻ. പിന്നെ ഞാൻ ഡിന്നർ കഴിച്ചത് ഈ ഒരു ഫ്രൂട്ട് ബൗളാണ് കേട്ടോ. ഇതിൽ കുറേ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, അതും കൂടി കഴിച്ച് ഞാൻ ഡിന്നർ ക്ലോസ് ചെയ്തു കേട്ടോ.